അപ്പൊ അതെ കുറച്ച് കരിമ്പെടുത്തുള്ള പരിപാടി ഉണ്ടെന്ന്. കുറച്ചല്ല, കുറച്ചധികം ഉണ്ട്. ഇതേ ഇവിടെ പാത്രത്തിലേക്ക് പകർത്തണ്ട. ഇപ്പോ ദേ എൻ്റെ പുറകിൽ കാണുന്നത് നല്ല വിളഞ്ഞു നിൽക്കുന്ന കരിമ്പാണ്. എരട്ടപ്പള്ളിയുടെ യുവ കർഷകൻ മാജോ സ്വന്തം വീട്ടു വളപ്പില് നട്ടു വളർത്തിയ കരിമ്പാണ് ഇത്. അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ കരിമ്പ് വെട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. മാജോ മോനെ അങ്ങോട്ട് വെട്ടിക്കോ. മാജോ ഈ കരിമ്പ് കൃഷി തുടങ്ങിയിട്ട് എത്ര കാലമായടാ? കണ്ട, ഇതാണ് നല്ല ഫാം ഫ്രഷ് കരിമ്പ് കേട്ടാ. അതായത് നമ്മളിങ്ങനെ ഉത്സവത്തിനൊക്കെ പോകുമ്പോ ഇതൊന്നും കാണാറില്ലല്ലോ കരിമ്പൊമ്മേ. അപ്പൊ ഇതൊക്കെ മാറ്റി കഴിയുമ്പോഴാണ് നമ്മൾ കാണുന്ന കരിമ്പായിട്ട് കിട്ടുന്നത് കേട്ടാ. കണ്ട, അപ്പൊ ഇതാണ് നല്ല ഹോം മെയ്ഡ് കരിമ്പ്. അതായത് വീട്ടിലെ നട്ട് വളർത്തി ഉണ്ടാക്കിയ കരിമ്പ് കേട്ടാ. എന്ന് പറഞ്ഞാൽ നമുക്ക് വെട്ടാട്ടാ. ഓക്കെ, സംഭവം കണ്ട നല്ല വിളഞ്ഞിക്കണ മുതലാണ്. കണ്ട സാധനം നല്ല തേൻ മധുരം. അപ്പോൾ ഈ ഒരു കരിമ്പ് വെച്ചിട്ടാണ് പഞ്ചസാരയും ശർക്കര ഉണ്ടാക്കണമെന്ന കാര്യം ഒരുവിധം എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന കരിമ്പ് വെച്ചിട്ട് നമ്മൾ ഇന്ന് ശർക്കര ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് എന്തായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല, കുറച്ചധികം വേണ്ടേ. അപ്പോൾ അത് ഒപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ പണികൾ തുടങ്ങാം. അപ്പോൾ കുറച്ച് കരിമ്പ് എടുത്തുള്ള പരിപാടി ഉണ്ടെന്ന്. കുറച്ചല്ല, കുറച്ചധികം ഉണ്ട്. അപ്പോൾ നമ്മുടെ പണികൾ തുടങ്ങാണ്ട. കരിമ്പിൻ്റെ കെട്ടങ്ങട് അഴിച്ചു. അപ്പോൾ ആദ്യത്തെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കരിമ്പിൻ്റെ കടയും തലയും കൂടെ വെട്ടിക്കളയുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പണി കുറച്ച് എളുപ്പമായിരിക്കുള്ളൂ. അപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് നമ്മൾ വെട്ടി മാറ്റാണ്, അത് കുഴിച്ചിടാൻ എടുക്കാട്ടാ. അപ്പോൾ കടയും തലയും നമ്മൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ട ഇതേപോലത്തെ പീസുകളായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം ഇത് മൊത്തം ഒന്ന് വെട്ടി റെഡിയാക്കി എടുക്കുക. കരിമ്പിൻ്റെ കടയുമ്പോൾ കണ്ടേ ഇങ്ങനെ മുളകൾ പൊട്ടി വന്നത്. ഇത് മണ്ണിൽ ഇങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കരിമ്പായിട്ട് വരെയിരിക്കും. നമുക്ക് എന്തായാലും ഇത് പരീക്ഷിച്ച് നോക്കാട്ടാ. അങ്ങനത്തെ നമ്മുടെ അവസാനത്തെ കരിമ്പും വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കടയും തലയില്ലാത്ത കുറച്ച് പീസുകൾ മാത്രമായിട്ട് മറിയിക്കേണ്ട നമ്മുടെ കരിമ്പ്. അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു കരിമ്പില്ലേ, ഇതിൻ്റെ തൊലി നമ്മൾ ചീമ്പി എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ സാധാരണ നമ്മൾ ജ്യൂസൊക്കെ അടിക്കാനായിട്ട് കടയിൽ കണ്ടിരിക്കുന്നത് വെള്ള കരിമ്പാണ്. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കറുത്ത കരിമ്പാട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലി അങ്ങോട്ട് ചീമ്പി എടുക്കാം. ഇതെന്തായാലും അത്യാവശ്യം സമയം നീണ്ടിരിക്കുന്ന പണിയായിരിക്കുള്ളൂ. കാരണം ഇത്രയും കരിമ്പിൻ്റെ നമ്മൾ എന്തായാലും തൊലി ചെത്തി നല്ല ക്ലീൻ ആക്കി എടുക്കാൻ ടൈം എടുക്കും. ഏതായാലും പണി തീർക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ടൂള് നമ്മൾ മാറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ തായ്ലൻഡ് മെയ്ഡ് നൈഫാണ് യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇച്ചിരി എളുപ്പത്തിൽ തൊലി ഇങ്ങനെ ചെത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അവസാനത്തെ കരിമ്പാണ്. ഈ കരിമ്പ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ കരിമ്പ് ചെത്തൽ പരിപാടി അവസാനിക്കുകയാണ്. അങ്ങനത്തെ ചെത്തലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ കരിമ്പ് പണിയാൻ ഇച്ചിരി എളുപ്പത്തിന് നമ്മൾ ചെറിയ പീസാക്കാണ്. ചെറിയ പീസ് എന്ന് വെച്ചാൽ നമ്മൾ 2 പീസാക്കി സെറ്റ് ചെയ്യാൻ കേട്ടത്. അങ്ങനെ നമ്മളെ റോ മെറ്റീരിയൽ ക്ലീനിങ് കഴിഞ്ഞു. നമ്മുടെ കരിമ്പൊക്കെ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കരിമ്പ് ഇനി നമ്മൾ ജ്യൂസ് എടുക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടി എന്താണെന്നറിയോ, ഞാൻ കാണിച്ചു തരാം. ബാ. അങ്ങനെ നമ്മുടെ കരിമ്പിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഈ കാണുന്ന മെഷീനിലാണ് നമ്മുടെ കരിമ്പിനെ നമ്മൾ ജ്യൂസാക്കി എടുക്കാൻ പോകുന്നത്. ഈ ചേട്ടനാണ് കേട്ടോ നമുക്ക് ജ്യൂസ് എടുത്ത് തരാനായിട്ട് പോകുന്നത്. കാരണം അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ ഈ കാണുന്ന കരിമ്പ് ഇതല്ല, ഇത്തിരി കൂടി ഉണ്ട്. മൊത്തത്തിൽ ഇവിടെ നിന്ന് ജ്യൂസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ പണി തുടങ്ങാൻ പോവാൻ കേട്ടോ. ഈ മെഷീനിൽ വെച്ചാണ് നമ്മളുടെ കരിമ്പിനെ ജ്യൂസാക്കി മാറ്റുന്നത്.
നമുക്ക് മാക്സിമം അതിന്റെ നീരൊക്കെ ഊറ്റിയെടുത്ത് ബായി ചണ്ടിയാക്കി കളഞ്ഞിട്ടെ കേട്ടാ. വെറും ചണ്ടിയാക്കി മാറ്റിയേക്കാണ്. അപ്പൊ നമ്മൾ വെച്ചു കൊടുക്കാൻ കേട്ടാ. ജ്യൂസ് തന്നെ കരിമ്പ് മെഷീനിൽ നമ്മുടെ ആദ്യത്തെ ട്രൈ ആണ് കേട്ടോ. അങ്ങനെ ദേ നമ്മളുടെ കരിമ്പുകൾ ഓരോന്നായിട്ട് ദേ ബായി പടപെട്ടാന്ന് ജ്യൂസ് എടുത്തോണ്ടിരിക്കേണ്ട. നമ്മളുടെ കരിമ്പ് അത്യാവശ്യം നല്ല നീരുള്ള കരിമ്പായതുകൊണ്ട് തന്നെ ഇത്തരം കരിമ്പിൽ നിന്ന് തന്നെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ആ ഒരു നീര് കിട്ടുന്നുണ്ട്, അതായത് ജ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ബായി നിർത്താതെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് നമുക്ക് വേണ്ട ആ ഒരു ജ്യൂസ് ആ പാത്രം നിറയെ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ഇനി കുറച്ച് നേരത്തെ പണി കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ ജ്യൂസ് കിട്ടാൻ. അങ്ങനെ ദേ ഏകദേശം ഒരു 20 കരിമ്പ് നമ്മൾ അടിച്ചെടുത്ത ജ്യൂസാണ് ഇതേ ഇപ്പോൾ ഈ പാത്രത്തിലിരിക്കുന്നത്. ഇനി നമ്മളുടെ ഈ കാണുന്ന ഒരു ഉരുളിയിലിട്ടിട്ട് ഇതിനെ നമുക്ക് വറ്റിച്ചെടുക്കണം കേട്ടോ. അതിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുളിമ്പ് പോവാതിരിക്കാൻ നല്ല അടിപൊളിയായിട്ട് അടച്ച് പൂട്ടിയാണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പോയി ഇപ്പോൾ ഇതേ ജ്യൂസ് നോക്കി അടിപൊളിയായിട്ട് ഇതിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഇനി ഇതേ നമ്മുടെ ജ്യൂസ് എടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അമ്പോ നല്ല കരിമ്പിൻ്റെ ജ്യൂസാണ് കേട്ടോ. നമ്മൾ സാധാരണ കരിമ്പിൻ്റെ ജ്യൂസ് ഉണ്ടാവും ഒരു ഇളം പച്ച കളറിലാണ്. പക്ഷേ ഈ ചുവന്ന കരിമ്പിൻ്റെ ജ്യൂസ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കാപ്പി കളർന്ന കളറാണെന്ന് തോന്നുന്നു. കണ്ടോ, അങ്ങനത്തെ ഒരു കളറാണ്. നമ്മളിനി ഇവനിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ചൂടായി വരണം കേട്ടോ, നല്ലോണം ചൂടായി ഇതിലെ ജലാംശമൊക്കെ വറ്റിപ്പോയി, അതായത് ഇതിലെ വെള്ളം വറ്റി ഇത് അവസാനം അതിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക്, ശർക്കര എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത്യാവശ്യം ലോങ് ടൈം പ്രൊസീജിയർ ആയിരിക്കുള്ളൂ. അപ്പോൾ അതേ ഐറ്റം നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കണം. നമ്മളിതിൽ ഫ്ലെയിം വളരെ കുറച്ചിട്ടാണ് ഇത് ചൂടാക്കി ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂറാണ് നമ്മൾ ഇത് വറ്റി ആ ഒരു പരുവത്തിലേക്ക് എത്താനായിട്ട് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അതിന് മുമ്പ് ആയിക്കഴിഞ്ഞാൽ അത്ര സന്തോഷം. ഏതായാലും ഒരു 3 മണിക്കൂർ മിനിമം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ശർക്കര എന്നുള്ളൊരു പരുവത്തിലേക്ക് എത്തി കിട്ടാനായിട്ട്. കണ്ട ഇതുപോലെ ഇങ്ങനെ ചൂടായി കഴിയുമ്പോൾ ഇത് തിളച്ച് വരും. പക്ഷെ അധികം നമ്മൾ തിളയ്ക്കാൻ വിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചപ്പോൾ ഏകദേശം ഈ വക്കിൻ്റെ അടുത്തോളം ഉണ്ടായിരുന്ന നമ്മളുടെ ആ ഒരു കരിമ്പിൻ്റെ ജ്യൂസ് ഇപ്പോൾ വറ്റി ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം തിക്കായി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലോണം തിക്കായി വരുന്നുണ്ട്. നമ്മുടെ വെള്ളമൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ പതയായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഏകദേശം നമ്മളുടെ ഈ ഒരു മിക്സ് ശർക്കരയ്ക്കുള്ള പരുവം ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സിഗ്നലാണത്. കണ്ട ശരിക്കും ആ ഒരു കൊതാന്നുള്ള സൗണ്ട് വന്നു തുടങ്ങി. അപ്പം ഇനി നമ്മളതിൻ്റെ പരുവം ഒന്ന് ചെക്ക് ചെയ്യുകയാണ്, ഇറക്കി വെക്കാറായോന്ന്. ഇതേ നമ്മുടെ ആ ഒരു പാവ് നമ്മളെടുത്തിട്ട് നേരെ കൈമയ്ക്ക് ആവാണ്ട് ഒഴിക്കണം. ഉള്ളിലേക്ക് ഒഴിക്കുമ്പോൾ കണ്ട അലിഞ്ഞു പോവാണ്ട് ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വരുന്നതുണ്ട്. അലിഞ്ഞു പോവാതെ കണ്ട മണി പോലെ ഇങ്ങനെ വീഴുന്നുണ്ട. ഇതാണ് കറക്റ്റ് പരുവം. അപ്പോൾ അതെ നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി തീ കെടുത്ത എന്നിട്ട് നമ്മുടെ ശർക്കര അങ്ങോട്ട് പകർത്താനുള്ള നേരമായിക്കാണേ.
ഓക്കെ, താഴേക്ക് വെച്ചോ. അപ്പോൾ നമ്മുടെ ഐറ്റം ഇനി നമ്മൾ പാത്രത്തിലേക്ക് പകർത്താൻ പോകണം. ഈ കാണുന്ന പാത്രത്തിലേക്കാണ് നമ്മൾ പകർത്തുന്നത്. ഇതേ നമ്മുടെ പാത്രത്തിലേക്ക് നമ്മൾ പകർത്തേണ്ട. ഇനി വെച്ചോ. ഓക്കെ, അപ്പോൾ ഇത് ബാക്കി വരുന്ന നമ്മുടെ ആദ്യത്തെ പാത്രത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ശർക്കര കിട്ടിയിട്ടാണ്. അപ്പോൾ ബാക്കി വന്നത് നമ്മൾ അടുത്തൊരു തട്ടിലേക്ക് പകർത്തി കൊടുക്കുകയാണ്. ദോശ ചുടൽ. നമ്മൾ അതിൽ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ പാത്രങ്ങളോ കയ്യിലൊന്നും എടുത്തില്ല. അങ്ങനെ നോക്കി നമ്മളുടെ മിക്സ് 2 പാത്രത്തിലേക്ക് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കട്ടാവാനായിട്ട് എന്തായാലും ടൈം എടുക്കും. അപ്പോൾ ഇതേ 2 പാത്രത്തിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ പകർത്തിയിരിക്കുന്നത്. ഇത് കനം കുറവായതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാളെ ആയാലേ ഇതിൻ്റെ റിസൾട്ട് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെച്ചാൽ മതി നമ്മൾ ഇന്നലെ ഒഴിച്ചു വെച്ച നമ്മളുടെ ശർക്കര എന്തായി നോക്കാനുള്ള ടൈമായിക്കാണ്. അപ്പോൾ സംഭവം നമ്മൾ ഒഴിച്ചു വെച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ട്, വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് വിടിയിപ്പിച്ചെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഐറ്റം നമ്മൾ എൻ്റെ പൊന്നു കല്ല ദോശയൊക്കെ പോലെ വിടിയിപ്പിക്കാൻ പറ്റും നോക്കാട്ടാ. നല്ല ബലമുണ്ടേ. നമ്മൾ ഒരു മണ്ടത്തരം ചെയ്തു. ഇത് നമ്മൾ പാത്രത്തിലിടുമ്പോൾ ഇച്ചിരി ഓയിൽ എന്തെങ്കിലുമൊക്കെ തടവി കൊടുക്കേണ്ടതായിരുന്നു. നമ്മൾ ആ കാര്യം ചിന്തിച്ചേ ഇല്ല. അതിൻ്റെ ഫലമായി സംഭവം റബ്ബറും കായ് നിൽക്കണ പോലെ നിൽക്കണേ. കുഴപ്പമില്ല, നമുക്കൊരു പീസ് പിടിപ്പിച്ചെടുത്തേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ശർക്കര. മുകളിലത്തെ ഒരു ലെയർ ഇച്ചിരി ഒട്ടി നിൽക്കുന്നുണ്ട്, അത് പത പോലെ വന്നു തരണം കേട്ടോ. ബാക്കി ഇത് ഇവിടെയൊക്കെ സെറ്റാണേ. നമുക്ക് കഴിച്ചു നോക്കാം. അത് ചൗലാമിട്ടയുടെ ടേസ്റ്റാടാ. ശർക്കര ടേസ്റ്റില്ല. ശർക്കരയിൽ ചൗലാമിട്ടൊക്കെ പോയി. പല്ലുട്ടി ശർക്കര പല്ലുട്ടിയാടാ. നല്ല കാര്യം. മുമ്പ് ശാസ്ത്രജ്ഞന്മാരാടാ ശർക്കരയിൽ നിന്ന് എങ്ങനെ പല്ലുട്ടി ഉണ്ടാക്കാം. ഇത് വേറെ വെറൈറ്റി സാധനം. ഈ ഇന്ന് തന്നെ പുതിയ കട തുടങ്ങിയാണ് പല്ലുട്ടിയുടെ. ശർക്കരയ്ക്ക് വില കുറവാ, പല്ലുട്ടിക്ക് വില കൂടുതൽ. അങ്ങനെയുണ്ടോ? ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പല്ലുട്ടി സംസാരിക്കാൻ പറ്റുള്ള. പാളി വെച്ച പോലെ പാളി. നമ്മൾ ഉണ്ടാക്കാൻ നോക്കിയത് ശർക്കരയാണെങ്കിലും ഉണ്ടായി വന്നത് പല്ലുട്ടിയായി പോയി. നമ്മുടെ ചൗലായി മിഠായി നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ശർക്കര എന്തെങ്കിലും ഉണ്ടാക്കിയത് ഞാൻ പല്ലുട്ടിയായി പോയി. നീക്കെല്ലാം എനിക്കെല്ലാം അറിയുള്ളൂ. ഒരു പിടുത്തം കിട്ടാനുള്ളതേ. കാണിച്ചേ മൊത്തം കഴിക്കുക, നല്ല അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല മധുരം ഉണ്ടല്ലേ? നല്ല മധുരമുണ്ട്. പക്ഷെ ശർക്കര അല്ലല്ലോ ഇത്. അടപ്പ അതാ പറഞ്ഞ് പല്ലുട്ടി മിഠായി ആയി പോയിന്ന്. നല്ല രസമില്ലേ? നല്ല രസമുണ്ടാ. നമ്മൾ കുക്ക് ചെയ്ത് കൂടി പോയിട്ടാണോ? നല്ല രസമുണ്ടല്ലേ? വെറൈറ്റി ടേസ്റ്റ്. പക്ഷെ എടാ ഒട്ടിപ്പിടിച്ചു പോയി. ഞാൻ എന്ത് ചെയ്യാനാണ്? ടേസ്റ്റ് ഉണ്ടല്ലേ? കമ്പം കൊള്ളാട്ടാ. അങ്ങനെ മച്ചാന്മാരെ ഇന്നത്തെ നമ്മുടെ ശർക്കര ഉണ്ടാക്കൽ വീഡിയോ എവിടെയൊക്കെയോ ഒന്ന് പാളിയെങ്കിലും ഇതേ സംഭവം നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ മുകളിൽ വെച്ചേക്കണത് ആ പാത്രത്തിൽ നിന്ന് കുത്തിയെടുത്തേക്കണതാണ്. അതിൻ്റെ അടിയിൽ വലിയൊരു കട്ട കിടക്കുന്നുണ്ട്. അതെങ്ങനെ ഇതിൽ നിന്ന് കുത്തിപ്പൊളിച്ചെടുക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതേ സംഭവം എന്തായാലും നല്ല അടിപൊളി
ഒരു പല്ലുട്ടി മിഠായി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ പരീക്ഷണം മൊത്തത്തിൽ അങ്ങോട്ട് വിജയിച്ചു എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം ശർക്കര ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ശർക്കര തന്നെ ഉണ്ടാക്കി കിട്ടണം. ഇത് പല്ലുട്ടി മിഠായി ആയിപ്പോയി. അപ്പോൾ എന്തായാലും ഇനി ഒരു വർഷത്തേക്ക് കഴിക്കാനുള്ള പല്ലുട്ടി മിഠായി വീട്ടിലേക്കുള്ളത് ഞാനാണ് സംഭാവന ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും ഒരു ട്രൈ കൂടിയൊക്കെ ചെയ്ത് നോക്കാം. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത്തിരി ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി വീട്ടിൽ നല്ല അടിപൊളി ശർക്കര ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എവിടെയാണ് പാളയതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ വീഡിയോ താണെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാർ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.